ഹായ് ഓൾ, ഇന്ന് ട്രിവാൻഡ്രം ടു യാമ്പൂല് ബേബി ആയിട്ട് പോകുന്നതിൻ്റെ ലോങ് വീഡിയോ കണ്ടാലോ? അപ്പം കുറച്ച് ടാസ്ക് ആയിരുന്നു കാര്യം. ബേബി ആയിട്ട് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതിപ്പം എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 12:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് വന്നിട്ട് 4:40-നാണ്. ഞങ്ങളൊരു 1:30-ക്ക് മുന്നേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം രാത്രി ആയതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എത്തിയ സമയത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കാരണം ചെക്ക് ഇൻ 1:55-ന് മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളങ്ങനെ പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാൻ ഹൈസൂനെ ക്യാരി ചെയ്യാനുള്ള ബാഗൊക്കെ കെട്ടുവാണ്. അപ്പോൾ ഈ കാണുന്നത് ഞങ്ങളുടെ കസിനാണ് കേട്ടോ. അപ്പോൾ ആളൂടെ ഉണ്ടായിരുന്നു എയർപോർട്ടിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഫൈനലി ഞങ്ങൾ പോകുന്നതിന് മുന്നേ ആയിട്ടുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സിസ്ദൻ്റെ സിസ്റ്ററും ബ്രദറുമാണ്. ഹൈസൂനെ നൈറ്റ് റൈഡ് കൊണ്ടുപോയി എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആശാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് ട്രോളിയൊക്കെ തള്ളാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് ട്രോളി തള്ളാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് ഉമ്മയെ ചൂണ്ടിക്കാണിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ടൈം ആവാറായപ്പോൾ പാസ്പോർട്ടും എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങളിത് അകത്തോട്ട് കയറാൻ പോവാം. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇവിടെ എല്ലാവരുടെയും ഫേസിൽ കുറച്ച് സങ്കടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഹൈസു ജനിച്ചതിന് ശേഷം ഒരു 8 മാസം അല്ല 1.5 വയസ്സ് വരെയും ആൾ എൻ്റെ വീട്ടിൽ തന്നെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനതിൻ്റെ വിഷമമുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഹൈസു നല്ല കരച്ചിലായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്. അപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവൻ നല്ല കരച്ചിലായിരുന്നു. അതേപോലെ തന്നെ അകത്ത് ചെന്നപ്പോഴത്തേക്ക് ലഗേജ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലഗേജൊക്കെ അങ്ങനെ പുറത്തേക്ക് മാറ്റേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാം ഓക്കെ ആയി. അങ്ങനെ വീട്ടുകാരുടെ അടുത്ത് എല്ലാം സെറ്റായി എന്നൊക്കെ പറഞ്ഞ് അവർ നേരെ തിരിച്ചു പോയി. പിന്നെ ഇതിനകത്ത് നടക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അവനവിടെ ചെന്നിരുന്നൊരു 5 മിനിറ്റ് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആളവിടെ സെറ്റായപ്പോൾ ഫുൾ ഓട്ടവും ബഹളവും ആയിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അവനൊരു സാൻഡ്വിച്ച് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിൽ കോൺ മാത്രം പറക്കി കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഫ്ലൈറ്റിലോട്ട് കയറിയപ്പോൾ തന്നെ ആശാൻ ഉറങ്ങിയിട്ടുണ്ട്. കാരണം നല്ല ടയേർഡായിരുന്നു. പിന്നെ അതിനുശേഷം ഷാർജ എയർപോർട്ട് എത്തിയിട്ടുള്ള വ്യൂ ആണിത്. ഷാർജയിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ബസ്സിൽ കയറിയിട്ട് പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറി. അപ്പോൾ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫുഡായിട്ട് ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഈ യാമ്പു എയർപോർട്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഐസ് നല്ല ബഹളമായിരുന്നു. കാരണം ഫുള്ളി ടയർഡാവും, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഫൈനലി ഹൈസുവിൻ്റെ ഹാപ്പിയെ കണ്ടുമുട്ടിയിരിക്കുകയാണ് 8 മാസത്തിന് ശേഷം. അപ്പോൾ ആൾക്ക് അങ്ങനെ പരിചയക്കുറവൊന്നുമില്ല. അവന് വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാത്തതിൻ്റെതായിട്ടുള്ള ടയർഡ്നെസ് ഹൈസുവിൻ്റെ ഫേസിൽ കാണാം, എൻ്റെ ഫേസിലും കാണാം. എയർപോർട്ടിൽ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്ന ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റിയില്ല. കാരണം ഹൈസു 2 ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് ഫുള്ളി ഉറക്കമായിരുന്നു. പിന്നെ അതൊക്കെ കയ്യിലെടുത്ത് വെച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഹൈസു നല്ല ക്ഷീണിച്ച് നല്ല ഒരു ഉറക്ക ക്ഷീണത്തിലും അതേപോലെ വിശപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റതിന് ശേഷം ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാരണം ചെന്ന ടൈം കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു റൂമിൽ. ഫുഡും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി എന്തായാലും ഞങ്ങൾ പുറത്തുനിന്ന് ആക്കാമെന്ന് വെച്ചിട്ട് ആര്യസിലോട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളൊരു ഗീ റോസ്റ്റും അതുപോലെ തന്നെ 2 കോഫിയും പിന്നെ ഒരു ബെറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ നെയ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് കഴിച്ചിട്ട് തീരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.